വെൽക്കം. കഴിഞ്ഞ പാർട്ടിലെ വാട്ട് ഈസ് എൻ ഐസോതേം എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എൻ ഐസോതേം ഈസ് ദി ലോക്കസ്. ലോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ പ്ലോട്ട് ചെയ്യപ്പെട്ട വ്യത്യസ്തമായ പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന കർവാണ് എന്ത്? ലോക്കസ്. എങ്ങനത്തെ പോയിന്റുകളാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത്? ആൾ പോയിന്റ്സ് റെപ്രസെൻറ്റിംഗ് സ്റ്റേറ്റ്സ് ഇൻ വിച്ച് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റുകളെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? വേരിയബിൾസ്, യൂസിങ് വേരിയബിൾസ്. Variables can be p and v, or it can be generalized to any y and x. In which a system is in thermal equilibrium with one state of another system. എപ്പോഴാണ് ഒരു സിസ്റ്റത്തിൻ്റെ വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ മറ്റൊരു സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാവുക? when t is constant. In simple words we can say, ഒരു പി വി ഡയഗ്രത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്നിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവാണ് എന്ത്? an isotherm. Differentials in thermodynamics. Differentials or infinitesimals. Infinitesimal change in temperature can be denoted as dt. Infinitesimal change in volume is dV. Infinitesimal change in pressure is dP. തെർമോഡൈനാമിക്സിലെ ഏതൊരു ഇൻഫിനിറ്റസിമലും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. അതിതാണ്, ഫോർ dV ഇറ്റ് ഈസ് dV ഷുഡ് ബി വെരി ലാർജ് ദാൻ വോള്യൂം ഓഫ് എ ഫ്യൂ മോളിക്യൂൾസ്. dV should be smaller than volume. ഇതിൽ ഈ റിക്വയർമെൻ്റ് എന്തിനാണ്? dV is larger than volume of a few molecules. വോള്യൂം ഓഫ് എ ഫ്യൂ മോളിക്യൂൾസ് എന്നുള്ളതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം വോള്യൂം എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് കോർഡിനേറ്റ് ആണ്. ഫ്യൂ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അത് മൈക്രോസ്കോപ്പിക് ആയി. തെർമോഡൈനാമിക്സ് ഒരു മാക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. അവിടെ നമുക്ക് വോള്യൂം ഓഫ് എ ഫ്യൂ മോളിക്യൂൾസ് അത് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് തെർമോഡൈനാമിക്സിലെ ഇൻഫിനിറ്റസിമൽസും മാക്രോസ്കോപ്പിക് ആവാൻ വേണ്ടിയിട്ടാണ് dV ഷുഡ് ബി വെരി ലാർജ് ദാൻ വോള്യൂം ഓഫ് എ ഫ്യൂ മോളിക്യൂൾസ് എന്നുള്ള റിക്വയർമെൻറ്റ് ഉള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ കേസിൽ dt ഈസ് സ്മോളർ ദാൻ T, dt ഈസ് ലാർജർ ദാൻ ടെമ്പറേച്ചർ of a few molecules. ഏതൊരു ഇൻഫിനിറ്റസിമലിൻ്റെയും കാര്യത്തിൽ ഇത് തന്നെയാണ്. ഇൻഫിനിറ്റസിമൽ ചേഞ്ച് ഷുഡ് ബി സ്മോളർ ദാൻ ദി ക്വാണ്ടിറ്റി, ബട്ട് ഇറ്റ് ഷുഡ് ബി ലാർജർ ദാൻ ദി എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബിഹേവിയർ ഓഫ് എ ഫ്യൂ മോളിക്യൂൾസ്. For a PVT system, V can be written, V is a function of P and T. P is a function of V and T. T is a function of P and V. Now there is a theorem in partial differential calculus which says, if there is an exact differential dz of a function of x and y, then it can be written as dz is equal to dou z by dou x, y held constant, multiplied by dx, plus dou z by dou y, x held constant, multiplied by dy. Using this theorem we can write what dV is, what dP is, and what dt is. Because dV is an exact differential, dP is also an exact differential, dt is also an exact differential. Exact differential എന്ന് പറഞ്ഞാൽ differential of an actual function എന്നാണ്. v യും p യും t യും ഒക്കെ ആക്ച്വൽ ഫങ്ഷൻസ് ആണ്.
അതുകൊണ്ട് നമുക്ക് ഈ തിയറം ഉപയോഗിച്ച് dz ഈക്വൽ ടു ഈ തിയറം ഉപയോഗിച്ച് നമുക്ക് dvയും dpയും dtയും കണ്ടെത്താം. dv is equal to v is function of p and t. So I can write dou v by dou p t held constant multiplied by dp plus dou v by dou t p held constant dt. Similarly, dp is equal to dou p by p is a function of v and t. Dou p by dou v t held constant dv plus dou p by dou t v held constant dt. dt is equal to t is a function of p and v. So I can write dou t by dou v p held constant into dv plus dou t by dou p v held constant dp. അപ്പോൾ നമുക്ക് dpയും dvയും dtയും എന്താണെന്ന് കിട്ടി. Now I want you to recall what bulk modulus is. ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ട്. ആവറേജ് ബൾക്ക് മോഡുലസ് is equal to negative of change in pressure by change in volume per unit volume. Change in volume per unit volume. This is equal to v മുകളിലേക്ക് വരും minus v delta p by delta v. Now if I make this change in pressure infinitesimal, then volume change also becomes infinitesimal. Then what I get is differential bulk modulus. Differential bulk modulus is equal to minus v dou p by dou v. Now if I further require t is equal to constant, then what I have is isothermal bulk modulus, which is denoted by the letter b. b is equal to minus v dou p by dou v temperature held constant. തെർമോഡൈനാമിക്സിൽ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ബിയുടെ ഇൻവേഴ്സ് ആണ് 1/b, which is called isothermal compressibility and denoted by kappa. Kappa is equal to minus 1/v dou v by dou p temperature held constant. One thing to mention, volume expansivity beta is equal to 1/v dou v by dou t pressure held constant. ഇത്രയൊക്കെയാണ് ഡിഫറൻഷ്യൽസ് ഇൻ തെർമോഡൈനാമിക്സ് എന്ന പാർട്ടിൽ പറയുവാനുള്ളത്. അടുത്ത പാർട്ടിൽ നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം. See you then.